ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആദ്യ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ ചെയ്യാന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ് വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത്. കൂടുതലും ഗേൾസ് തന്നെ ചോദിക്കാറ്. അത് കുറേ DM-ലൊക്കെ വന്ന് കിടക്കാറുണ്ട്. മൂഡ് സ്വിങ്സിനും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക, ആ ടൈമിൽ തീരെ പഠിക്കാൻ പറ്റുന്നില്ല, ഇടയ്ക്ക് പഠിത്തം നിർത്തിയാലോ എന്നൊക്കെ വരെ തോന്നുന്നുള്ളതൊക്കെ. എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നതാണ്, പ്രത്യേകിച്ച് ഗേൾസിന്. നമ്മുടെ ഒരു സൈക്ലിക്കൽ ചേഞ്ചിന്റെ ടൈമിലും അല്ലെങ്കിൽ പീരിയഡ്സ് ഒക്കെ വരുന്ന ടൈമിലായിരിക്കും നമുക്ക് PMS എന്നൊക്കെ പറഞ്ഞ സംഭവം വരിക. ആ ടൈമിൽ നമുക്ക് വേഗം ദേഷ്യം വരും, അല്ലെങ്കിൽ വേഗം സങ്കടം വരും, പഠിക്കാനൊന്നും തോന്നൂല, നല്ല ക്ഷീണമൊക്കെ വരും. ചില ആൾക്കാർക്ക് നല്ല പെയിനും ഉണ്ടാവും, നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തോന്നൂലേ. ഈ ടൈമിലൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പഠിത്തമൊക്കെ മാനേജ് ചെയ്ത് പോകാറ്? നിങ്ങളൊക്കെ നിങ്ങളുടെ പഠിത്തം എങ്ങനെ മാനേജ് ചെയ്യാറ്? ചില ആൾക്കാരുണ്ടാവും ക്ഷീണിച്ചിട്ട് പഠിക്കാൻ കൂടി പറ്റാതെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എക്സാം വരുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണോ വേണ്ടേ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എന്താന്ന് പോലും നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ വരെ എത്തും. ചില ആൾക്കാർ, ഓരോ ആൾക്കാരെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മൂഡ് സ്വിങ്സ് പറഞ്ഞാൽ നമ്മളെ നന്നായിട്ട് ഒരു ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, നമ്മുടെ പഠിത്തത്തിൽ നിന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്, ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നീറ്റ് എക്സാം എഴുതുന്നവർക്ക് മാത്രമല്ല അല്ലെ, കുറെ പേർക്കുള്ള ഒരു സംഭവമാണ് മൂഡ് സ്വിങ്സ്. പ്രത്യേകിച്ച് പീരീഡ്സിന്റെ ടൈമിൽ കുറെ പേർക്കുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആള്, മീൻസ് എനിക്കൊക്കെ ഭയങ്കരമായിട്ട് മൂഡ് സ്വിങ്സ് വന്ന ടൈം ഉണ്ടായിരുന്നു റേസിന്റെ ഹോസ്റ്റലൊക്കെ നിൽക്കുന്ന സമയത്ത്. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്ന് തോന്നും. നമ്മുടെ സെൽഫ് എസ്റ്റീം തന്നെ എവിടെയോ ഉണ്ടാകും, നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടാണ് ഉണ്ടാവുക. ഇപ്പൊ ചെറിയൊരു കാര്യങ്ങളോട് നമ്മൾ വേഗം സന്തോഷപ്പെടുന്നില്ല അല്ലെ, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയമായിരിക്കും. സോ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാന്ന് നോക്കാം. ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഒന്നല്ല കേട്ടോ, നമ്മളെല്ലാവരും അനുഭവത്തിലൂടെ പറയുന്നതാണ്. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിലൂടെ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അറിയാൻ കുറേ പേരുണ്ടാവും, സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു കാര്യം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഡൗൺ ആയി പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സങ്കടമൊക്കെ വരുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആളുടെ അടുത്ത് സംസാരിക്കുക. നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം വരുന്നുണ്ട് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട്, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിന് പേര് നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ അവരോട് സംസാരിക്കുക, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഉള്ളിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമ്മുടെ സങ്കടങ്ങൾ ഉള്ളിൽ വെച്ച് കൂട്ടി പെരുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് വേറൊരാളോട് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ അയാൾ കാര്യമായിട്ടൊന്നും തിരിച്ചു പറയുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരാൾ കേൾക്കാനുണ്ടല്ലോ. നമുക്ക് എപ്പോഴും ലിസണർ അല്ല വേണ്ടത്. ആ ലിസണർ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവും. അപ്പോൾ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, അല്ലെങ്കിൽ പേരൻസ് ആവട്ടെ, സിസ്റ്റേഴ്സ് ആവട്ടെ, ആരും ആവട്ടെ, അവരോടൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. അതാണ് ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു കാര്യം. ഇപ്പം എനിക്ക് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെയൊക്കെയാണ്, നീറ്റ് അടുക്കാറായി പക്ഷെ പഠിച്ച് തീർന്നിട്ടൊന്നുമില്ല, വിഷമാവാൻ തുടങ്ങുന്നുണ്ടെന്ന്. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും, ഓ നിനക്ക് ഡേറ്റ് ആവാനായിട്ടുണ്ടല്ലേ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കാരണം അതൊരു ഡെയിലി റുട്ടീൻ, മീൻസ് മന്ത്ലി ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പം അവർക്ക് മനസ്സിലായി. പക്ഷെ അതൊരു റിലീവിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നീറ്റ് എക്സാമിന് അടുക്കും തോറും നമുക്ക് റിലീവിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരോട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള പേഴ്സണലി നമുക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളത്. വേറെ നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഭക്ഷണം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്ന അറേബ്യൻ ഫുഡ് അല്ലെങ്കിൽ ഭയങ്കര കുസിൻസ് കഴിക്കുന്നതല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞു ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മൂഡിനെ റെഡി ആക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ചോക്ലേറ്റ്സ് ഒക്കെ, ചെറിയ ചോക്ലേറ്റ്സ് ഒക്കെ, അല്ലാതെ ഭയങ്കര ക്വാണ്ടിറ്റിയിൽ കഴിച്ചൊന്നല്ല. പക്ഷെ പഠിക്കാനിരിക്കുമ്പോൾ ഇടയ്ക്ക് വായിൻ്റെ ഉള്ളിൽ ചെറിയ ചോക്ലേറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ വന്നു തുടങ്ങും. പിന്നെ കോഫി, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ്ങിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ അധികമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു മൂഡ് നമ്മുടെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ചോക്ലേറ്റ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്താ ചോക്ലേറ്റ്സ് ഒക്കെ കുറച്ച് എടുത്ത് വെക്കുക. നിങ്ങളിങ്ങനെ ഒരു പക്ഷേ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ഉണ്ടാവണമൊക്കെ ആവുന്ന ടൈമിൽ ഇത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അങ്ങനെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ പഠിക്കാനും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ പീരീഡ്സിന്റെ ഒക്കെ ടൈമിൽ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പെയിൻ വരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല, പക്ഷേ മെഫ്ത എന്ന് പറഞ്ഞ ഗുളികയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നീറ്റിൻ്റെ എക്സാമിനോടൊക്കെ അടുക്കുന്ന ടൈമിൽ നമ്മളത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ല. ഞാൻ പേഴ്സണലി ഞാനൊരു ഗൈനക്കോളജിസ്റ്റൊക്കെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞു നമ്മൾ എക്സാമിനൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു ഡേ അല്ലെങ്കിൽ 2 മാസമൊക്കെ അല്ലേ നമ്മൾ എക്സാമിനാണ് അടുപ്പിച്ച് വരുന്ന മാസങ്ങൾ. ആ സമയത്തൊക്കെ നമ്മൾ ഈ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇത് അവർ കഷ്ടപ്പെട്ട് തന്നെ കണ്ടുപിടിച്ച ടാബ്ലറ്റ്സ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിന് കുറേ
കുറെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത്രക്കും പെയിൻ ഒന്നും സഹിച്ചിട്ട് എക്സാം എഴുതേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല. നമുക്ക് നീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈമിൽ നമുക്ക് ആ ചാൻസ് വരുമല്ലോ അല്ലേ, ഒരു വർഷത്തിൽ നീറ്റ് ഒരു ചാൻസേ ഉള്ളൂ. ആ ടൈമിൽ നമ്മൾ അധികം റിസ്ക് എടുക്കാനൊന്നും നിൽക്കണ്ട. അപ്പം നിങ്ങൾ നീറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പെയിനൊക്കെ കുറയ്ക്കാവുന്നതാണ്. അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുകയാണ്, കാരണം അത് നമ്മൾ പഠിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, പെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെഡിൽ കിടക്കും. കുറേ പേരുണ്ട്, കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞത് ഇങ്ങനെ ഞാനും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ എന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നോക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. പിന്നെ ആ ഒരു ദിവസം റെസ്റ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ നല്ല ടയേർഡായി പിറ്റേന്നും ദിവസം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്നാണോ ടയേർഡ് ആവണം, നിങ്ങൾ എന്നാണോ നിങ്ങൾക്ക് പെയിൻ വരുന്നത്, ആ ദിവസം നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക, നല്ല ഫുഡ് കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിറ്റേന്ന് വീണ്ടും നിങ്ങൾ ട്രാക്കിലേക്ക് കയറി പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പുതിയ കണ്ടന്റ്സും അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ചാപ്റ്ററും പഠിക്കേണ്ടെന്ന് തോന്നുന്ന സമയമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സും നിങ്ങൾ എഴുതിയ ഷോർട്ട് നോട്ട്സും ഇല്ലേ, അതൊക്കെ എടുത്ത് റിവൈസ് ചെയ്യാൻ നോക്കുക. ഒരു പക്ഷെ നിങ്ങൾ പഠിക്കാനേ മൂഡ് ഉണ്ടാവില്ല, എനിക്കറിയാം, ഞാനൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്താണ്. നമുക്ക് ചില ദിവസം ഉണ്ടാവും നീറ്റ് അങ്ങ് കഴിഞ്ഞ് കിട്ടാൻ മതി എന്നുള്ളൊരു ഫീലൊക്കെ വരും അല്ലേ. ആ സമയത്ത് എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുക, നിങ്ങൾ എഴുതിയ ഷോർട്ട് നോട്ട്സ് എന്താ വെറുതെ മറിച്ച് നോക്കുക. നമ്മൾ മറിച്ച് നോക്കുക, ഒരു പക്ഷെ നമ്മൾ പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളൊന്നും പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അറിയാതെ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഓരോ ഇക്വേഷൻസ് കാണുമ്പോഴും ഒരു പരിചയം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയം ആ പരിചയത്തിന് വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിൽ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരുന്ന് പഠിച്ച സമയമല്ല, അല്ലെങ്കിൽ വെറുതെ മറിച്ച് നോക്കിയല്ലേ, ആ ഒരു ഇക്വേഷൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. നമ്മൾ ഗേൾസ് എല്ലാവരും സൂപ്പർ പവറുള്ള ആൾക്കാരാണ് അല്ലേ. ചെറിയൊരു മൂഡ് സ്വിങ്സ് വന്നെന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യാതെയൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഒരു മൂഡ് സ്വിങ്സിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടേതായ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ഗേൾസിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളയുന്നില്ല, പക്ഷെ ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ ഇതൊന്നും ഇല്ലാതായിരിക്കാം, ബോയ്സിന് പ്രശ്നമില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പെയിനും മൂഡ് സ്വിങ്സ് ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മളും അവരുടെ രീതിയിൽ തന്നെ നീറ്റ് സ്കോർ ചെയ്ത് ഒരു നല്ല കരിയറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കൂടുതൽ ആൾക്കാരും ജഡ്ജ് ചെയ്യും, നമ്മളെ പുറത്തുനിന്ന് വേണ്ടിയിട്ട് എല്ലാവരും ജഡ്ജ് ചെയ്യും. നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും റിപ്പീറ്റ് ചെയ്യുമ്പോഴും സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. സ്വന്തം ഡ്രീമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കരിയറിന് വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ജഡ്ജ് ചെയ്യാനും നമ്മളെ കുറിച്ച് കുറേ അഭിപ്രായങ്ങൾ പറയാനും ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനൊക്കെ നമ്മൾ തകർത്തിട്ട് വേണം നമ്മൾ മുന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. റേഷ്യോ നോക്കുകയാണെങ്കിൽ നീറ്റ് ക്രാക്ക് ചെയ്യുന്നത് കൂടുതലും ഗേൾസ് ആണല്ലേ. എൻ്റെ ബാച്ചിൽ മീൻസ് ഞാൻ പഠിക്കുന്ന 250 സ്റ്റുഡൻസ് ബാച്ചിലും കൂടുതലും ഗേൾസ് തന്നെയാണ്. നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്താണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് എല്ലാവരും ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ, എൻ്റെ സിസ്റ്റേഴ്സ് ആവട്ടെ, എൻ്റെ യങ് സിസ്റ്റേഴ്സ് ആവട്ടെ, ഇനി 10th-ലും +1-ലും അല്ലെങ്കിൽ 8th-ലും 9th-ലും ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇത് ഓവർകം ചെയ്യാൻ ഒരു സൂപ്പർ പവർ ഉണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ വിചാരിച്ചൊരു ഡ്രീമിലേക്ക് എത്താൻ, നിങ്ങൾ വിചാരിച്ചൊരു കരിയറിലേക്ക് എത്താൻ, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.